നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനത്താണ് തന്ത്രി എന്നാണ് സങ്കല്പം. ആ നിലയ്ക്കുള്ള ആദരം വിശ്വാസികൾ താഴമൺ കുടുംബത്തിലെ തന്ത്രിമാർക്ക് നൽകി വരുന്നു. ഭക്തരുടെ ആ വികാരത്തിനാണ് വീണ്ടും മങ്ങലേറ്റത്. തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റോടെയാണ് വീണ്ടും ഇത് സംഭവിച്ചിരിക്കുന്നത്. 2006 താഴമൺ കുടുംബത്തിലെ തന്ത്രി കണ്ഠര് മോഹനരെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ശോഭ ജോണുമായുള്ള ബന്ധത്തിൽ വിവാദത്തിലായിരുന്നു. അന്ന് വാദിസ്ഥാനത്തായിരുന്നു മോഹനര്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ശോഭ ജോണും ബെച്ചു റഹ്മാനും ഉൾപ്പെടെ 11 പേരായിരുന്നു പ്രതിസ്ഥാനത്ത്. ശോഭ ജോൺ ഉൾപ്പെടെയുള്ളവർ ജയിലിലുമായി. താഴമൺ കുടുംബത്തിലെ കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തതോടെ ശബരിമലയിൽ അദ്ദേഹത്തിന്റെ താന്ത്രിക അവകാശം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശമുള്ള താഴമൺ കുടുംബത്തിൽ നിന്ന് രണ്ടാമത്തെയാളാണ് പോലീസ് നടപടിയിലും വിവാദത്തിലും പെടുന്നത്. ഇതിനുശേഷം മോഹനരെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. മോഹനർ നേരിട്ടതിനേക്കാൾ ഗുരുതര സ്വഭാവമുള്ള നടപടിയാണ് രാജീവര് നേരിടുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഉറ്റബന്ധം തെളിഞ്ഞതോടെയാണ് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതായത് അയ്യപ്പന്റെ പിതൃസ്ഥാനത്തുള്ള ആളാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ അറിവുണ്ടോ എന്നൊക്കെ ഇനി തെളിയേണ്ടിയിരിക്കുന്നു. കേസിൽ വെറുതെ വിട്ടാലും രാജീവരെ ഇനി ശബരിമലയിൽ പ്രവേശിപ്പിക്കുമോ എന്ന് കണ്ടറിയണം. മോഹനരുടെ മകൻ മഹേഷ് മോഹനരാണ് ഇപ്പോൾ ശബരിമല തന്ത്രി. രാജീവരുടെ മകൻ കണ്ഠര് ബ്രഹ്മദത്തനും കഴിഞ്ഞ വർഷം തന്ത്രിയുടെ ചുമതലയേറ്റിരുന്നു. ആന്ധ്രയിലെ കൃഷ്ണ നദി ഇരുവശത്തേക്കും മാറിയപ്പോൾ അതിന് നടുവിലൂടെ മണ്ണിൽ ചവിട്ടി കേരളത്തിലേക്ക് എത്തിയവരാണ് താഴമൺ കുടുംബം എന്നാണ് വിശ്വാസം. നദി മാറി താഴ്ന്ന മണ്ണിൽ ചവിട്ടിയെത്തിയതിനാലാണ് താഴമൺ എന്ന പേരിന്റെ പിറവിയെന്ന് കരുതുന്നു. കേരളത്തിൻ്റെതായ ഒരു താന്ത്രിക സമ്പ്രദായം സൃഷ്ടിക്കുന്നതിനും ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ഗ്രാമത്തിൽ നിന്ന് പരശുരാമൻ കൊണ്ടുവന്ന 2 ബ്രാഹ്മണന്മാരിൽ ഒരാളാണ് താഴമൺ തന്ത്രി എന്നാണ് ഐതിഹ്യം. രണ്ടാമത്തെ ആളാണ് താരണനെല്ലൂർ കുടുംബത്തിന്റെ ആദ്യ അംഗം. ശബരിമലയിലെ താന്ത്രിക സ്ഥാനം താഴമൺ കുടുംബത്തിന്റെ അവകാശമാണ്. ഇപ്പോഴുള്ള മുതിർന്ന തന്ത്രിമാരായ രാജീവരും മോഹനരും സഹോദരങ്ങളുടെ മക്കളാണ്. അച്ഛനമ്മമാരുടെ തലമുറയിൽ 3 തന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ഠര് കൃഷ്ണര്, കണ്ഠര് നീലകണ്ഠര്, കണ്ഠര് മഹേശ്വര് 3 പേരും മരിച്ചു. കൃഷ്ണരുടെ മകനാണ് രാജീവര്, മഹേശ്വരുടെ മകനാണ് മോഹനര്. നീലകണ്ഠർക്ക് പെൺമക്കളായതിനാൽ താന്ത്രിക അവകാശം അദ്ദേഹത്തിന്റെ കാലശേഷം നിലച്ചു. തന്ത്രി കണ്ഠര് രാജീവര് ശബരിമലയിലെ താന്ത്രിക സ്ഥാനത്ത് ഇപ്പോൾ 36ാം വർഷമാണ്. താഴമൺ മഠത്തിലെ തന്ത്രിയായിരുന്ന അച്ഛൻ കണ്ഠര് കൃഷ്ണർക്കൊപ്പമാണ് രാജീവര് ആദ്യമായി സന്നിധാനത്ത് പൂജ നടത്തിയത്. 1990 മുഴുവൻ സമയ തന്ത്രിയായി. ആ വർഷം തന്നെയാണ് അച്ഛന്റെ വിയോഗവും. ബിരുദാനന്തര ബിരുദധാരിയായ രാജീവര് 1984 ഏപ്രിൽ 16 ചെങ്ങന്നൂർ കൃഷിഭവനിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. 22 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ 7 വർഷം ഒഴികെ ബാക്കി സമയങ്ങളിലെല്ലാം ദീർഘകാല അവധിയിലായിരുന്നു. 2015 മാർച്ച് 31 വിരമിച്ചപ്പോൾ ശബരിമല തന്ത്രിസ്ഥാനത്തായിരുന്നു. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതും രാജീവരാണ്. അമേരിക്ക, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും ഇദ്ദേഹം പ്രതിഷ്ഠിച്ച അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ശബരിമലയിൽ കണ്ഠര് മഹേഷ് മോഹനരുടെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത ഊഴം കണ്ഠര് രാജീവരുടേതായിരുന്നു. അതിനിടെയാണ് അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്നത്. തന്ത്രി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ താഴമൺ മഠത്തിനാകെ തീരാത്ത കളങ്കമാകും. മുമ്പ് ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര് മോഹനരെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത തന്ത്രി ഹണി ട്രാപ്പ് കേസാണ് നേരത്തെ കുടുംബത്തിന് വലിയ തലവേദനയായത്. 2006 ജൂലൈ 23 സംഭവം. തന്റെ പുതിയ ഫ്ളാറ്റിലേക്ക് വീട്ടുജോലിക്കാരെ അന്വേഷിച്ചാണ് തന്ത്രി കണ്ഠര് മോഹനര് ശോഭ ജോൺ എന്ന് പറയുന്ന വനിതാ ഗുണ്ടയുടെ ഫ്ളാറ്റിലെത്തിയത്. ശാന്ത എന്ന സ്ത്രീ ഏർപ്പാടാക്കിയ ജോലിക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്ത്രി വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭയും സംഘവും മാരകായുധങ്ങളുമായി അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. മുൻപ് 3 തവണ തന്ത്രി ശോഭയുടെ ഫ്ളാറ്റിലെത്തിയിരുന്നു. മോഹനര് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭ ജോൺ ബെച്ചു റഹ്മാൻ എന്ന ഗുണ്ടയും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം പണവും സ്വർണവും തട്ടിയെടുക്കുകയായിരുന്നു. മോഹനര് ഫ്ളാറ്റിലെത്തിയപ്പോൾ കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിൽ അണിഞ്ഞിരുന്ന 27 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും 20,000 രൂപയും കവർന്നെടുത്തു. തുടർന്ന് ഈ പറഞ്ഞ സ്ത്രീയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസുകളിലുള്ള ഫോട്ടോ എടുത്തു. ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായാണ് കേസ്. 2012 ഓഗസ്റ്റിൽ ശോഭ ജോൺ അടക്കം മുഴുവൻ പ്രതികളും കുറ്റക്കാരനെന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. തന്ത്രിയെ കുടുക്കിയതിന്റെ ബുദ്ധി കേന്ദ്രം ശോഭ ജോണും ബെച്ചു റഹ്മാനാണെന്നും കോടതി കണ്ടെത്തി.
തന്ത്രി ഇവരുടെ ഫ്ളാറ്റിലെത്തിയതും അനാശാസ്യത്തിനല്ലെന്നും വിലയിരുത്തിയ കോടതി മറിച്ച് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും വ്യക്തമാക്കി. കോടതി വിധി അനുകൂലമായെങ്കിലും ഈ കേസ് തന്ത്രി കണ്ഠര് മോഹനർക്കുണ്ടാക്കി വെച്ച ചീത്തപ്പേര് ചില്ലറയല്ല. ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും സന്നിധാനത്ത് പ്രവേശിപ്പിക്കുന്നത് വിലക്കുകയും ചെയ്തു. തന്ത്രി കണ്ഠര് മോഹനരുടെ താന്ത്രിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. ശബരിമലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ നടത്തിയ വിസ്താരത്തിൽ തന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട പ്രാഥമിക അറിവ് പോലും മോഹനർക്കില്ലെന്നും വ്യക്തമായി. ദേവസ്വം ബോർഡിന്റെ പൂജാരിമാരെ തെരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ബോർഡിലെ പ്രധാന അംഗമായിരുന്നിട്ടും തനിക്ക് സംസ്കൃതം അറിയില്ലെന്ന് മോഹനര് കമ്മീഷന് മുന്നിൽ സമ്മതിച്ചു. സംസ്കൃതം അറിയാതെ എങ്ങനെ മാർക്കിടുമെന്ന ചോദ്യത്തിന് അവർ ചെയ്യുന്ന പൂജകൾക്ക് മാർക്കിടുക മാത്രമാണ് തന്റെ ജോലിയെന്ന വിചിത്രമായ മറുപടിയായിരുന്നു നൽകിയത്. വേദങ്ങളോ വേദമന്ത്രങ്ങളോ പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഉത്തരം. ബാക്കി സൂക്തം പോലും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഗണപതി ഹോമം നടത്തുക എന്ന കമ്മീഷന്റെ ചോദ്യത്തിന് മുന്നിലും മോഹനര് നിശബ്ദനായിരുന്നു. ഏവർക്കും അറിയാവുന്ന പ്രാഥമിക കാര്യമായ ഗണപതി ഭഗവാന്റെ നാൾ ഏതാണെന്ന ചോദ്യത്തിന് പോലും അറിയില്ല എന്ന ഉത്തരമാണ് ശബരിമല തന്ത്രിയിൽ നിന്നുണ്ടായത്. തന്ത്രങ്ങളും മന്ത്രങ്ങളും പഠിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന് താൻ ഒരു പാരമ്പര്യ താന്ത്രിക കുടുംബത്തിലെ അംഗമാണെന്ന മറുപടിയാണ് ഇതിൽ ആവർത്തിച്ചത്. ഇതിൽ പ്രകോപിതനായ ജസ്റ്റിസ് പരിപൂർണൻ അച്ഛൻ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് മകൻ കാണണമെന്നില്ല എന്ന മോഹനരെ ഓർമ്മിപ്പിച്ചു. മറ്റേതോ മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് താൻ ശബരിമലയിൽ പൂജകൾ നടത്തുന്നതെന്ന മോഹനരുടെ വാദത്തിലും അത്ഭുതം പ്രകടിപ്പിച്ച കമ്മീഷൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിസ്താരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനു പുറമെ കണ്ഠര് മോഹനര് വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളിൽ കുടുങ്ങിയിരുന്നു. 2019 ഏപ്രിൽ പരാതിയുമായി രംഗത്തെത്തിയത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മ ദേവകി അന്തർജനമായിരുന്നു. പണം തട്ടിയെടുത്തു എന്നതിലുപരി കുടുംബ മര്യാദകൾ പോലും ലംഘിച്ച മകനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ആ വയോധിക. ശബരിമല മുൻ മുഖ്യതന്ത്രി പരേതനായ കണ്ഠര് മഹേശ്വരുടെ ഭാര്യയാണ് ദേവകി അന്തർജനം. പ്രായമായ തന്നെ മകനും ഭാര്യയും ചേർന്ന് വഞ്ചിച്ചുവെന്നാണ് ഇവരുടെ ഹർജിയിൽ ആരോപിച്ചത്. ബാങ്ക് ഇടപാടുകൾക്കായി മകനെ ചുമതലപ്പെടുത്തിയ അവസരം ദുരുപയോഗപ്പെടുത്തി 41 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്നും മോഹനര് തട്ടിയെടുത്തു. അമ്മയുടെ പേരിലുള്ള ഇന്നോവ കാർ അവരുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് വിറ്റു. ഏറ്റവും വേദനാജനകമായ ആരോപണം സ്വന്തം പിതാവായ കണ്ഠര് മഹേശ്വരുടെ ശവസംസ്കാര ചടങ്ങുകൾ ദേവകി അന്തർജനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നടത്താൻ മോഹനരും ഭാര്യയും അനുവദിച്ചില്ല എന്നതാണ്. തന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടാൻ മോഹനർ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തതായി മുൻ ദേവസ്വം പ്രസിഡന്റ് CK ഗുപ്തനും ആരോപിച്ചിരുന്നു. കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിട്ടപ്പോൾ ദേവസ്വം അംഗങ്ങളെ പണം നൽകി സ്വാധീനിക്കാൻ മോഹനരും കുടുംബവും ശ്രമിച്ചുവെന്നാണ് ആരോപണം. 12 വർഷത്തെ വിലക്കിന് ശേഷം 2018 അഷ്ടമംഗല ദേവ പ്രശ്നത്തിന്റെ മറവിൽ മോഹനര് തന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ രാഹുൽ ഈശ്വരെ തള്ളിപ്പറഞ്ഞും ആചാര സംരക്ഷണത്തിനായി വാദിച്ചും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു. അടുത്തിടെ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു.